അങ്ങ് ഇടയ്ക്ക് പറഞ്ഞൊരു വാചകം ഇപ്പോൾ വളരെ വൈറലായിട്ടുണ്ട്. അമേരിക്കയിലെ പോസ്റ്റ് മോഡേൺ പഠനമൊക്കെ കഴിഞ്ഞു വരുന്ന ആളുകൾ പാർട്ടിയെ തകർക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നങ്ങ് നിരീക്ഷണം നടത്തിയിരുന്നു. ഞാനതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്. കാരണം നേരത്തെ MN വിജയ മാഷും അതേപോലെ അന്ന് പാഠം സുധീഷൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ ചർച്ച അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. അന്നക്കാലത്ത് ആ ചർച്ച ഉയർന്നു വന്നിരുന്നു. ഈ CAA ചാരന്മാർ തുടങ്ങിയ കാര്യങ്ങൾ അന്നക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയവുമാണ് രാഷ്ട്രീയമായി. അങ്ങ് അതുകൂടി ഉദ്ദേശിച്ചാണോ ഇത് പറഞ്ഞത്? കാര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായിട്ട് അധികാരത്തിൽ വരുന്നു. അത് ചില മുതലാളിത്ത രാജ്യങ്ങളിലുള്ള ആളുകളെ അലോസരപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ പഠനം കഴിഞ്ഞു വരുന്ന ആളുകൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തകർക്കാൻ ചില ഗൂഢനീക്കം നടത്തുന്നുണ്ട് എന്നുള്ളൊരു നിലപാട് ഈ MN വിജയമാഷിൻ്റെയൊക്കെ ഒരു നിലപാട് പങ്കുവെച്ചുകൊണ്ടാണോ അങ്ങ് പറഞ്ഞതെന്ന്? MN വിജയൻ മാഷയുടെ നിലപാടിനെ പങ്കുവെച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ അനുഭവം 1957 ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. എന്താ ഇവിടെ ഉണ്ടായത്? കാർഷിക രംഗത്ത് ഭൂപരിഷ്കരണം നടപ്പിലാക്കി. സമഗ്രമായൊരു വിദ്യാഭ്യാസ നിയമത്തിന് രൂപം കൊടുത്തു. ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാൻ്റെ നടപടി സ്വീകരിച്ചു. കുടികിടപ്പുകാർക്ക് അവകാശം കൊടുക്കാൻ, കർഷക തൊഴിലാളികൾക്ക് ഭൂമി കൊടുക്കാൻ, പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ സുരക്ഷിതത്വം കൊടുക്കാൻ നടപടി സ്വീകരിച്ചതിൻ്റെ മേലെ ഇവിടെ എന്താ ഉണ്ടായത്? വിമോചന സമരമല്ലേ? ആ വിമോചന സമരത്തെ അന്ന് ന്യായീകരിച്ചവരല്ലേ കോൺഗ്രസും അതുപോലെ ഇന്നുള്ള അവരുടെ പല ഘടക കക്ഷികളും. അതിനെ ന്യായീകരിക്കുക മാത്രമല്ല, ആ വിമോചന സമരം എത്രമാത്രം അക്രമമാണ് കേരളത്തിലന്ന് അഴിച്ചുവിട്ടത്. എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തകർന്നില്ല. അവസാനം കേന്ദ്ര ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് 59 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. ആ വിമോചന സമരത്തിന് 957 കണക്കനുസരിച്ച് അമേരിക്കൻ CIA കൊടുത്തത് 10 കോടി എന്നാണ് പുറത്തു വന്ന വിവരം. 57 10 കോടി എന്ന് പറഞ്ഞാൽ 10,000 കോടിയല്ലേ ഇന്നത്തെ. ഈ പണം അമേരിക്കൻ CIA കൊടുത്തില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനല്ലേ? കേരളത്തിലെ ഭരണം തകർക്കാനല്ലേ? ഏഷ്യൻ വൻകരകളിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തെ തകർക്കാനല്ലേ? ഇന്നും അമേരിക്കൻ സാമ്രാജ്യത്വം മുഖ്യ ശത്രുവായി കാണുന്ന അമേരിക്ക കാണുന്നത് ചൈനയെയാണ്. ചൈനയെ വളഞ്ഞു വെച്ച് ആക്രമിക്കാനുള്ള നീക്കമല്ലേ നടക്കുന്നത്? ലോകത്തിൽ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ഇത്തരമൊരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ? അപ്പോൾ ലോകത്തിൽ തന്നെ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചാരപ്രവൃത്തികൾ, അട്ടിമറികൾ എല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പുരോഗമന പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും വിശേഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ദുർബലപ്പെടുത്താനും തകർക്കാനുമാണ്. ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഒരു തുരുത്ത് പോലെ നിൽക്കുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിലെ പ്രസ്ഥാനത്തെ ഒരു തരത്തിലും പോറലേൽപ്പിക്കാൻ കഴിയുന്നില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന് പരിശീലനം കൊടുത്ത് ഏഷ്യൻ വൻകരകളിലേക്ക് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ആളുകൾ വന്ന് ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതൊരു രഹസ്യമൊന്നുമല്ല. ഇന്ന് തന്നെ അത് പരസ്യമായി വന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ ന്യൂസ് 80കാർക്ക് ഇതൊന്നും അറിയില്ല. അവരെന്തോ ആരോ പറയുന്നത് കേട്ട് ആരോ ടോപ്പഡോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കരാറെടുത്ത് വാർത്ത കൊടുക്കും. അതല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. അവർക്കിപ്പോൾ ഇത് മനസ്സിലായിട്ടില്ല. അവർ മനസ്സിലാക്കേണ്ടതെന്ന് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ അമേരിക്ക ബൗദ്ധികമായ ചാരവൃത്തി ഉപയോഗിക്കുന്നു അല്ലേ? അവരെല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കയുടെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു ചൈനയാണ്. ആ ചൈനയ്ക്ക് നേരെയാണ് അവരുടെ നീക്കം. അതുപോലെ തന്നെ ലോകത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നേരെയാണ്. വലതുപക്ഷ തീവ്രവാദ ശക്തിപ്പെടുത്തുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പ്രകടമായിക്കൊണ്ടിരിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വലതുപക്ഷ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരാ? CPIM ആണ്. ആ CPIM-നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ വരുന്നുണ്ട്, പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് വളരെ വളരെ കൂടുതൽ ജാഗ്രതയും ഉണ്ടാകണം. ഒരു കാര്യം കൂടി ഇപ്പോൾ പല ആളുകളും പറയുന്നത്, സച്ചിദാനന്ദ മാഷൊക്കെ പറഞ്ഞൊരു കാര്യം, തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലിരുന്നാൽ അതിലൊരു അധികാരത്തിൻ്റെ കേന്ദ്രീകരണം ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലത്. ഒരു തവണ പ്രതിപക്ഷത്തിൽ, 2 തവണയൊക്കെ അധികാരത്തിൽ വന്നാൽ ഒരു തവണ പ്രതിപക്ഷത്തിരുന്നാൽ പാർട്ടി ഒന്നുകൂടി ഊർജ്ജസ്വലമാവും എന്ന് പറയും. കാര്യം ഈ ബഹുജനവർഗ സംഘടനകളൊക്കെ ഇപ്പോൾ പലപ്പോഴും ഉറങ്ങിയിരിക്കുന്നു എന്നൊരു ആരോപണം പൊതുവെ വരാറുണ്ടല്ലോ. അത് ഒരു ഭാഗത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണെങ്കിലും യുവജന പ്രസ്ഥാനങ്ങളാണെങ്കിലും സർവീസ് സംഘടനകളാണെങ്കിലും തൊഴിലാളി യൂണിയനുകളാണെങ്കിലും, അതായത് സർക്കാർ ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് അങ്ങനൊരു നിലപാട് അങ്ങേക്കുണ്ടോ? അതായത്
ഒരു തവണ പ്രതിപക്ഷത്തിരുന്നാൽ ഇടതുപക്ഷം കൂടുതൽ കരുത്ത് നേടും എന്നൊരു നിലപാട് അങ്ങേക്കുണ്ടോ? സച്ചിദാനന്ദൻ മാസ്റ്റർ പറഞ്ഞ നില എടുത്തു നോക്കിയാൽ ഭരണത്തിൽ വരുന്നത് തെറ്റ് എന്നുള്ളൊരു രാഷ്ട്രീയമാണ്. അത് ഞങ്ങൾ നിരാകരിക്കുന്നതാണ്. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിൻ്റെ ലക്ഷ്യം? ഒരു സുശക്തമായ തൊഴിലാളി വർഗ പ്രസ്ഥാനം ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുക. ഇന്നത്തെ ബൂർഷ്വാ നയത്തിന്, കേന്ദ്ര നയത്തിന്, വലതുപക്ഷ നയത്തിന് ബദലായി ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്നൊരു നയം ഉയർത്തിക്കൊണ്ടുവന്ന് ഈ രാജ്യത്തിലെ സാധാരണക്കാർ, തൊഴിലാളികൾ, കൃഷിക്കാർ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, ബുദ്ധിജീവികൾ, മഹിളകൾ, ഇവരെയെല്ലാം അവരവരുടെ ജീവിത പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഒന്നിപ്പിച്ച് നിർത്തി അവരെ ശക്തിയാക്കി മാറ്റിയെടുക്കുക, വളർത്തിയെടുക്കുക. അതിന് ഭരണത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ഭരണമെന്ന് പറയുന്നത് വലതുപക്ഷത്തിൻ്റെ ഭരണം പോലെയല്ല ഇടതുപക്ഷ ഭരണം. വലതുപക്ഷത്തിൻ്റെ താല്പര്യം എന്തിനാണ്? കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ഏതെങ്കിലും ഒരാൾക്ക് മന്ത്രിയാവാൻ വേണ്ടിയിട്ടല്ല ഭരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ഭരണം കൈയാളുന്നത് തൊഴിലാളി, കർഷകാദി, വിദ്യാർത്ഥി, യുവജന, മഹിളാ ജനവിഭാഗങ്ങളുടെ, കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ സമരശക്തി വളർത്തിയെടുക്കണം, അവരുടെ കഴിവ് വർദ്ധിപ്പിക്കണം, അവരുടെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കണം. അതുവഴി നമ്മുടെ മുമ്പിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് ആത്യന്തികമായി ജനങ്ങളുടെ സംരക്ഷകർ എന്ന പൊതു അറിവ് ആകെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. അതുവഴി ഒരു സുശക്തമായ ബദൽ പ്രസ്ഥാനം കേരളത്തിൽ വളർത്തിയെടുത്താൽ അതിൻ്റെ ചലനം ഇന്ത്യയിലുണ്ടാകും. പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട്, അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. ചില കാലഘട്ടങ്ങളിൽ പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് പ്രതികൂലമായ സാഹചര്യം വന്നു എന്ന് പരിശോധിച്ച് ആ പ്രതികൂലമായ സാഹചര്യം വരാനിടയാക്കിയ കാരണങ്ങളെ മാറ്റി അനുകൂലമാക്കി തീർക്കാനുള്ള അടവുപരമായ നിലപാടുകൾ സ്വീകരിച്ച് പാർട്ടിയെ കൂടുതൽ സംഘടനാപരമായും ബഹുജനങ്ങളെ ആകർഷിച്ചു വരുമ്പോൾ അവരെ പാർട്ടിയുടെ ഭാഗമാക്കി തീർക്കാനുള്ള സംഘടനാ കരുത്ത് വർദ്ധിപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഭരണമെന്ന് പറയുന്നത്. അല്ലാതെ ഈ തുടർച്ചയായ ഭരണം എന്ന് പറയുന്നത് എന്തോ ഒരു അബദ്ധം കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നു, തുടർച്ചയായി ഭരിച്ചാൽ എന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കാനാണ്. ഇനി എത്ര വർഷക്കാലം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലിരുന്നാലും അത് ആ പാർട്ടി നയത്തിനനുസരിച്ചേ പ്രവർത്തിക്കൂ, ഒരു തെറ്റും ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ എവിടെയെങ്കിലും ഉണ്ടായാൽ തീർച്ചയായും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു തിരുത്തൽ പ്രക്രിയയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടാകും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പ്രത്യേകത. ആ പ്രത്യേകത വെച്ചുകൊണ്ടാണ് പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. സച്ചിദാനന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഉള്ളൊരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല, സുശക്തമായ തൊഴിലാളി കർഷക പ്രസ്ഥാനം വളർത്തിയെടുക്കുക, തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും പ്രസ്ഥാനം വളർത്തിയെടുക്കുക, യുവാക്കളുടെയും മഹിളകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ പ്രസ്ഥാനം വളർത്തിയെടുത്ത് അവരുടെ എല്ലാം രക്ഷയ്ക്കുള്ള മഹത്തായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തും ശക്തിയും പകരുക, ബഹുജന പിന്തുണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഭരണപരമായ പ്രവർത്തനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർവഹിക്കുന്നത്. ഇപ്പം ഒരു കാര്യം കൂടി, നമ്മുടെ ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അങ്ങേക്ക് പി ദിവ്യയൊക്കെ നേരിട്ട് അറിയാമല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ CBI വരണം എന്നാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത്. അങ്ങ് കരുതി പറഞ്ഞാൽ മതി. കാരണം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയൊക്കെ ആദ്യം CBI വരണമെന്ന് പറഞ്ഞു, പക്ഷേ നമ്മുടെ പോലീസ് അന്വേഷിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. കാര്യം എന്തു പറഞ്ഞാലും അത് വിവാദമാവുന്നൊരു സാഹചര്യമാണ്. പക്ഷെ അങ്ങയുടെ ഒരു മനസ്സറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ഇതിൽ ഈ PPDVക്കൊപ്പമാണോ അങ്ങ് മനസ്സുകൊണ്ട് നിലപാടെടുത്തിരിക്കുന്നത്, അതോ അതിലെന്താണ് അങ്ങ് തുറന്നു പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല? കേരള പോലീസ്, ഞാൻ എന്നോട് ആരും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യവും ചോദിച്ചില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു കാര്യവും പറഞ്ഞതുമില്ല. പക്ഷെ കേരള പോലീസ് നീതിപൂർവം പ്രവർത്തിക്കും. ഇതിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അവരാണ് ഇത് CBI ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചത്. അങ്ങനെ സമീപിച്ച നിലയിൽ കോടതി എന്താണോ പറയുന്നത് അത് പറയട്ടെ. ഇനി അതിനുശേഷം അഭിപ്രായം പറയുന്നതല്ലേ ശരി. അല്ലാതെ കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഗുണകരമായിരിക്കില്ല. ഒന്നേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നീതിയുടെയും ശരിയുടെയും പക്ഷത്തായിരിക്കും എന്നും. അതിനുവേണ്ടി നിലകൊള്ളുന്നൊരു പാർട്ടിയാണ്. ആ നിലപാട് തന്നെയാണ് പാർട്ടി ഏത് പ്രശ്നങ്ങളിലും സ്വീകരിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത, സവിശേഷത. അതെവിടെയും ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ സന്ദേശമാണ്. അതുകൊണ്ട് ഇന്ന് പലരും പരാതിപ്പെടുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം അധികം താമസിയാതെ പാർട്ടിയെക്കുറിച്ചുള്ള ആ പരാതികൾ പോലും ഇല്ലാതായിത്തീരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്.